അനുസരിപ്പിക്കാൻ നോക്കി, നടന്നിട്ടില്ല. അത് എനിക്കും എല്ലാവർക്കും അതായിരിക്കും വേണ്ടത്. നടന്നിട്ടില്ല. വേണ്ടത് എനിക്കതാ വേണ്ടത്. അനുസരിച്ച് മിണ്ടാണ്ട് ഇങ്ങനെ ഇത്രയും നാളെന്റെ കൂടെ നിന്നിട്ട് മനസ്സിലാക്കാനുള്ള കഴിവും ഞാൻ അങ്ങനെ ചോദിക്കേണ്ടത്. മോളെ ഇപ്പൊ പറഞ്ഞതിൽ തന്നെ എവിഡന്റ് ആണത്. അത് ഞാൻ അങ്ങോട്ടാ ചോദിക്കേണ്ടത്. ഞാൻ ആലോചിക്കാറ്. ഷട്ട് യുവർ മൗത്ത്. ഹലോ ആദില നൂറ ആദിലയുടെ അടുത്ത്, അതായത് അനീഷായിട്ട് വഴക്കിടുന്ന ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആദിലേക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. ഓരോ കാര്യവും മനസ്സിലാവുന്നില്ല. തിരിച്ച് നൂറയുടെ അടുത്ത് വഴക്കുണ്ടാക്കാൻ നോക്കുന്നു എന്നല്ലാണ്ട് കാര്യങ്ങൾ എന്തോ ആണ് നൂറ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ ആദില ശ്രമിക്കുന്നില്ല. പോയിട്ടല്ലോ ആക്റ്റീവ് ആവാൻ പറഞ്ഞത് എന്നോടല്ലേ? അയാളോട് പറഞ്ഞതൊക്കെ പറയുന്നതിനാ? ഞാൻ പറഞ്ഞ ആദ്യം പ്രോപ്പറായിട്ട് കേക്ക്. നിങ്ങൾ രണ്ടാളും കൂടെ കൺവേ ചെയ്യും. ഓക്കെ, നിങ്ങൾ രണ്ടാളും ഏത് സമയം നോക്കുകയാണെങ്കിലും അടിയും പിടിയുമായിട്ട് ഇന്നലെ തന്നെ. ഞാൻ ആൾക്കാരെന്ത് വിചാരിക്കുന്നതല്ല, പൊതുവെ ഒരു ഇതുണ്ടാവുമല്ലോ. ലൈക്ക് പൊതുവെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, എപ്പോഴും ഒരു ചെറിയ കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുവിടുന്നത്. സത്യമാണോ? ചെറിയ കാര്യത്തിനാണെങ്കിലും ആദില യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എൻ്റെ പൊന്നെ കച്ചറ എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. അമ്മാതിരി ലാംഗ്വേജാണ് ആദില യൂസ് ചെയ്യുന്നത്. അയാളാണെങ്കിൽ 24 മണിക്കൂറും അയാൾക്ക് എന്തോ കിട്ടാൻ കാത്തിക്ക് അയാൾക്ക് ഡ്രാമ കളിക്കാം. പിന്നെ ഇതിൽ ഇൻക്ലൂഡഡ് ആവുന്ന അത് നമുക്കും വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, പറഞ്ഞതല്ല. ബേബി ആക്റ്റീവ് ആവാൻ പറഞ്ഞിട്ട് ഞാൻ ആക്റ്റീവ് ആയത് ഇങ്ങനെയാണ്. ഇങ്ങനെയല്ല ആക്റ്റീവ് ആവേണ്ടത്. ആക്റ്റീവ് ആവണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവിടെ ഇരിക്കുന്ന ആൾക്കാരോട് തോന്നിയതിനും വരുന്നതിനും ഒക്കെ വഴക്കുണ്ടാക്കണം എന്നല്ല. ചുമ്മാ ഒരു കാര്യമില്ലാണ്ട് വഴക്കുണ്ടാക്കുകയാണ് ആദില അവിടെ ചെയ്യുന്നത്. അതും യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് പോലും ആദില ശ്രദ്ധിക്കുന്നില്ല. ആദിലേക്ക് എന്താണോ വരുന്നത് അത് ആദിലങ്ങ് വിളിച്ച് പറയും. അത് പുറത്തോട്ട് എങ്ങനെ പോകുന്നു, കേൾക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു, ഇതൊന്നും ആദിലയുടെ വിഷയമേ അല്ല. ഞാനിപ്പോഴും പറയാണ്, അല്ലല്ല നിക്ക്, ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഞാൻ ക്ലിയർ ആക്കി തരാം. ആക്റ്റീവായി ആവാന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഓൾ ദ ടൈം ദേഷ്യമല്ല. ഞാൻ ആക്റ്റീവ് ആവണമെന്ന് മനസ്സിൽ പ്രൊജക്റ്റ് ഇവിടുത്തെ ആൾക്കാർ ഫേക്ക് ആയിട്ട് ഓരോന്ന് കാണിക്കുന്നോട്ട് അങ്ങനെ ചെയ്തതല്ല. ബേബി അത് കണ്ട് അയ്യേ, അപ്പോൾ ആദില ഒട്ടും ഫേക്ക് അല്ല അല്ലേ? അത് കാണുന്നവർക്കും കൂടെ തോന്നണം ആദില താൻ ഒട്ടും ഫേക്ക് അല്ല എന്നുള്ളത്. അങ്ങനെ ആയിട്ടുണ്ടാവും. അതായിരിക്കും ബേബിക്ക് ഞാൻ അങ്ങനെ ആയെന്ന് തോന്നുന്നത്. എനിക്ക് ഞാൻ എന്തൊക്കെയോ ആയിട്ടുണ്ട്, ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. പക്ഷെ ഞാൻ പറയാണ്, എനിക്ക് ഈ ദേഷ്യം എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, ടു ബി ഫ്രാങ്ക്. ആരുടെ? ബേബിന്റെ ഈ ദേഷ്യം. അപ്പൊ ബേബി പറയുന്നത് അനുസരിച്ചിട്ടല്ലല്ലോ ഞാൻ നിൽക്കേണ്ടത്. അവള് പറയുന്നത് അനുസരിച്ച് ജീവിക്കണം എന്നല്ല നൂറയും പറഞ്ഞത്. ദേഷ്യം അത് കുറയ്ക്കണം എന്നാണ് പറയുന്നത്. അതുപോലും മനസ്സിലാക്കാതെ വഴക്കുണ്ടാക്കുകയാണ് ആദില നീ ചെയ്യുന്നത് അവിടെ. ബേബി പറയുന്നത് അനുസരിച്ചിട്ടാണോ ബേബി എപ്പോഴും ദേഷ്യം കാട്ടി നിൽക്കുമോ? ഞാൻ എപ്പോഴും ദേഷ്യം കാട്ടി നിൽക്കാൻ വേണ്ടിട്ട് കാട്ടുന്നതല്ല. ഞാനിവിടെ ബേബി ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്നത് കാണുന്നത് എന്താ വെച്ചാൽ ആങ്കറാണ്. ഇത് നീണ്ടു പോകുന്ന ഒരു സംസാരമാണ്. പക്ഷെ ഇവിടെ എവിടെയും നൂറ പറയുന്നത് എന്താണെന്നുള്ളത് ആദില മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അവസാനം ഇത് അവരുടെ തമ്മിലുള്ള വഴക്കിൽ വരെ എത്തുന്നുണ്ട്. ഒരു വല്ലാത്ത ക്യാരക്ടറാണ് ആദിലയ്ക്ക്. കാര്യം പറയാം, ഈ പോക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്തു നിന്ന് പുറത്തിറങ്ങുന്ന അതിനുള്ളിൽ രണ്ടും കൂടെ രണ്ടാവാനുള്ള ചാൻസ് ഞാൻ കാണുന്നു. അമ്മാതിരി സ്വഭാവമാണ് ആദിലയുടെ. അത് നൂറയ്ക്കെന്നല്ല കാണുന്നത്, നമുക്ക് പോലും ഇറിറ്റേഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇനിയെങ്കിലും അതിലൊന്ന് മനസ്സിലാക്കി പെരുമാറി കഴിഞ്ഞാൽ നല്ലത്. ഇല്ലെങ്കിൽ കണ്ടു തന്നെ അറിയണം ഇവിടെ വരെ എത്തുന്നുള്ളത്.